ഇന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ ഒരു കുറച്ച് ടോപ്പിക്സ് നമ്മൾ പറയാനാണ്. അതായത് ക്ലാസ്സായിട്ടല്ല, അതായത് ഓണപരീക്ഷയൊക്കെ ആവാറായി. ഇന്ന് പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിൻ്റെ കുറച്ച് ടോപ്പിക്സാണ് പറയുന്നത്. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ. അപ്പം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫിസിക്സ് 40 മാർക്കിനാണ് എക്സാം. അതിനകത്ത് കൂടുതലും നിങ്ങളുടെ യുക്തിപരമായിട്ടുള്ള ചിന്തകൾ അളക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും കാണുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തന്നെ, അതിനകത്ത് റെസിസ്റ്റൻസിൻ്റെ ഒരു ഏരിയ ഉണ്ട്, സീരീസ് കണക്ഷനുണ്ട്, പാരലൽ കണക്ഷനുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയാണ് സീരീസ് കണക്ഷനും, അതുപോലെ തന്നെ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയ്ക്കാനുമാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പവർ കണക്കാക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ജൂൾസ് ലോ ആണ്. ആ ജൂൾസ് ലോ എന്ന് പറയുന്ന ആ ഡെഫിനേഷൻ നിങ്ങൾ അതേപടി കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ആ ജൂൾസ് ലോ എന്ന് പറയുന്നതിൽ ആ ഇക്വേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലാണ് അതിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അത് മിനിറ്റിലോ മണിക്കൂറിലോ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെക്കൻഡിലാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യാവൂ. പിന്നെ അതിനകത്ത് വരുന്ന വേറെ പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് കുറേ ഇക്വേഷൻസ് ഉണ്ട്. ജൂൾസ് ലോയ്ക്കും അതുപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ് 2-3 എണ്ണം ഉണ്ട്. ഇലക്ട്രിക് പവറിനും 3-4 ഇക്വേഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ നല്ലതുപോലെ ബൈഹേർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും അതിൻ്റെ നിങ്ങൾ പടം നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ അതിൻ്റെ ഡിഫറൻസ് നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലം ബേസ് തന്നെയാണ് കൂടുതലും ഉള്ളത്. അതിനകത്ത് ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചാപ്റ്റർ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്, കറണ്ടിൻ്റെ ഫലങ്ങൾ, വൈദ്യുതപ്രവാഹത്തിൻ്റെ ഫലങ്ങളാണ്. രണ്ടാമത്തത് ഒന്നാമത്തതിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റാണ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റാണ്. രണ്ടാമത്തത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പോൾ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ, കണ്ടക്ടറിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഹീറ്റ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, ഇത് ഒന്നാമത്തെ ചാപ്റ്ററിലാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് കിട്ടുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനകത്ത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അഥവാ സ്ക്രൂ റൂള്. അത് നിങ്ങൾ രണ്ടും പഠിച്ചു വെച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് ഈ കുറച്ച് രണ്ടാമത്തെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചാപ്റ്റർ ഇത് തന്നെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2-3 ചാപ്റ്റർ ഇൻ്റർ കണക്റ്റഡ് ആണ്. അതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ടത് രണ്ടാമത്തെ ചാപ്റ്ററിൽ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ, ചലിക്കും ചുരുൾ മൈക്രോ ലൗഡ് സ്പീക്കർ, പിന്നുള്ളത് ഇലക്ട്രിക് മോട്ടോർ, പിന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, അതുപോലെ തന്നെ സോളിനോയിഡ്, ബാർ മാഗ്നറ്റ്, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റ്, ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ പഠിച്ചിരിക്കണം. ഇലക്ട്രിക് മോട്ടറിൻ്റെ തത്വം, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം പഠിച്ചിരിക്കണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ചോദിക്കും. അതിനകത്ത് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതൊക്കെ. അത് നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. കുറിക്കൊള്ളണം, നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അവർ ചെയ്യുമ്പോൾ കുറിക്കൊള്ളുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളത് ആൻസർ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് മൂന്നാമത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. AC ജനറേറ്റർ എന്താ, DC ജനറേറ്റർ എന്താ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മളൊരു പവർ കൊടുത്തുകൊണ്ടാണ്, ഒരു ബാറ്ററിയുടെ ചാർജ് കൊടുത്തുകൊണ്ടാണ് മോട്ടറിനെ കറക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, മോട്ടർ കറക്കുമ്പോൾ നമുക്ക് വൈദ്യുതി കിട്ടും. അതാണ് മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. അതിനകത്ത് AC ജനറേറ്ററും DC ജനറേറ്ററും നല്ല കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. സ്ലിപ്പറിങ്ങും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ബാക്ക് EMF പഠിച്ചോണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ലോജിക്ക് അപ്ലൈ ചെയ്ത് പഠിക്കണം. കാണാതെ പഠിക്കാൻ നിൽക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് പരീക്ഷയ്ക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഏകദേശം ഒരു മാസത്തോളം ഉണ്ട് നമുക്ക് ഓണപരീക്ഷയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചത് എന്താണോ അതാണ് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും, അത് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും ആവാതെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ.